ഇന്നത്തെ ബാക്ക്യാർഡിൽ എന്താ ഈ പിസ്സയ്ക്ക് കാര്യം എന്നോർത്ത് കാണും അല്ലേ? ചുമ്മാതല്ല, നമ്മുടെ ബാക്ക്യാർഡിൽ നിൽക്കുന്ന ഒരു ചക്ക പറിച്ചാണ് ഈ പിസ്സ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇലക്ട്രിക് ഓവനിലല്ല ഉണ്ടാക്കുന്നത്, ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ ചക്ക പിസ്സയ്ക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്യാൻ പോവാം. ഓയിൽ എടുക്കുമ്പോൾ നമുക്ക് ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാം. ഒലിവ് ഓയിലാണ് ബെസ്റ്റ്, പക്ഷെ കോക്കനട്ട് ഓയിൽ വേണ്ട. പിസ്സ ഉണ്ടാക്കാൻ പിസ്സ സോസ് നമുക്ക് റെഡിമെയ്ഡ് കിട്ടും, പക്ഷെ ഞാനത് എടുക്കുന്നില്ല, നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഈസ്റ്റ് എടുക്കാം. ഇൻസ്റ്റന്റ് ഈസ്റ്റോ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റോ ഏതെങ്കിലും. ഇനി മൈദ, പിന്നെ പഞ്ചസാര, ഇനി ഒരു പഞ്ചിന് വേണ്ടി ചില്ലി ഫ്ലേക്സ്, അതായത് നുറുക്കിയ വറ്റൽമുളക്. പിസ്സയ്ക്ക് മഷ്റൂം നല്ലതാണ്. ഇവിടെ ക്യാൻഡ് മഷ്റൂം ഉണ്ട്, പക്ഷെ ഇപ്പം നമ്മളത് ഉപയോഗിക്കുന്നില്ല, നമ്മുടെ ചക്കയായിട്ട് അങ്ങ് സിങ്ക് ആകുകയില്ല. ഇനി മോസറല്ല ചീസും ബട്ടറും. ഒലിവ് ഒരു പ്രധാനിയാണല്ലോ പിസ്സയ്ക്ക്, പക്ഷെ നമുക്ക് ചക്കയുടെ കൂടെ ഒലിവ് വേണ്ട, അതുകൊണ്ട് അത് എടുക്കുന്നില്ല. ഇനി നമ്മുടെ ബാക്ക്യാർഡിൽ നിന്ന് ഒരു ചക്ക പറിക്കാം. ഇനി ക്ലീൻ ചെയ്ത ഈ ചക്ക നമുക്ക് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ആക്റ്റീവ് ഈസ്റ്റ് ആണെങ്കിലും ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിലും 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുത്ത് കലക്കി വയ്ക്കുക ചെയ്യുന്നത്. 2 ടീസ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ ഈസ്റ്റുമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇതാ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും റെഡിയായി.
ഇനി നമുക്ക് ഡൗവിനുള്ള ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാം. ഞാൻ എടുക്കുന്നത് 1 കപ്പ് മൈദ, 1/2 കപ്പ് ആട്ട, പിന്നെ ഉപ്പ്, എണ്ണ. ആദ്യം ഒരു ബൗളിലോട്ട് മൈദ ഇടാം. ഇനി ആട്ട. പിസ്സ ബേസ് ഉണ്ടാക്കുന്നത് സാധാരണ മൈദ വെച്ച് മാത്രമാണല്ലോ, പക്ഷെ കുറച്ച് ആട്ടയും കൂടെ ചേർക്കുവാണെങ്കിൽ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് കിട്ടും. ഇനി ഒരു 1/3 ടീസ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, ഇനി നമുക്ക് ഫെർമെന്റ് ചെയ്ത ഈസ്റ്റ് ആഡ് ചെയ്ത് ഇളക്കി വയ്ക്കാം. ഇനി നമുക്ക് പോരാത്ത വെള്ളവും കൂടെ ചേർത്ത് കുഴയ്ക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ പരുവത്തില് നല്ല മയമായിട്ട് കുഴയ്ക്കണം. കയ്യിൽ കുറച്ച് ഒട്ടിപ്പിടിക്കും, എന്നാൽ ചപ്പാത്തി പരുവം ആയിരിക്കുകയും ചെയ്യരുത്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കണം. എന്നിട്ട് കയ്യിൽ ഒട്ടാതിരിക്കാൻ അല്പം പൊടി തൂളി ഉരുട്ടിയെടുക്കാം. ഇനി അതിന് പുറത്ത് അല്പം ഓയിൽ പുരട്ടി അടച്ചു വയ്ക്കാം. ഇനി പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ടൊമാറ്റോ എടുത്ത് തിളച്ച വെള്ളത്തിലിട്ട് അതിന്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കുക. സീഡും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളയാം അതിന്റെ അകത്തുനിന്ന്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ഞാൻ 2 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബേസില് ഒറിഗാനോ പിന്നെ ഒരു പച്ചമുളകും കൂടി എടുക്കുക. പെപ്പർ വേണം, ഉപ്പ് വേണം, അല്പം പഞ്ചസാര വേണം, ബട്ടർ വേണം. ഇനി ടൊമാറ്റോ സോസ്, പിന്നെ വെളുത്തുള്ളി, പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഇനി 4 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇനി നേരത്തെ അരിഞ്ഞു വെച്ച 2 ടൊമാറ്റോ, ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഷുഗർ. ഇനി ഇതൊന്ന് സോട്ടായി കഴിയുമ്പോഴത്തേക്കിനും നേരത്തെ അരച്ചു വെച്ച ടൊമാറ്റോ പേസ്റ്റ്, ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി. ഇനി നമുക്ക് ഒറിഗാനോയും ബേസിലും കൂടെ ചേർത്ത് വെക്കാം. ഇത് ഇപ്പൊ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല, ഞാനത് ചക്ക സോട്ട് ചെയ്യുമ്പോൾ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ചക്ക സോട്ട് ചെയ്യാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. ചക്ക അരിഞ്ഞത് 2 കപ്പ്, ഇനി ഒരു 4/1 ടീസ്പൂൺ ഉപ്പ്,
ഇനി അല്പനേരം അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം കുറവുള്ള ചക്കയാണെങ്കിൽ നമുക്കൊരല്പം വെള്ളം കൂടി ഒഴിക്കാം. ഒരു 4-5 മിനിറ്റ് ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ചക്ക സോഫ്റ്റ് ആവും. ഇനി നമുക്ക് അല്പം ഒറിഗാനോ ചേർക്കാം, അല്പം ബേസിലും. വിദേശത്തൊക്കെ നമുക്ക് ക്യാൻഡ് ജാക്ക് ഫ്രൂട്ട് വെച്ചുള്ള പിസ്സ കിട്ടാറുണ്ടല്ലോ. നമുക്ക് നമ്മുടെ ബാക്ക്യാർഡിൽ ഫ്രഷ് ആയിട്ട് കിട്ടാനുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചങ്ങ് ഉണ്ടാക്കാം. ഇതാ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഡൗ നന്നായിട്ട് പൊങ്ങി വന്നു. ഇനി ഞാനിവിടെ ഒരു ട്രേ എടുത്താണ്. കിച്ചൺ ടോപ്പിലാണെങ്കിൽ ചെയ്താൽ മതി. ഒരു ട്രേയിൽ അല്പം മൈദ തൂകി ഈ പൊങ്ങി വന്ന ഡൗ എടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഇങ്ങനെ തിരിച്ചു മടക്കി നന്നായിട്ട് കുഴച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കണം. ഇനി ഇതുപോലൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അല്പം എണ്ണ തടവി വയ്ക്കണം. ഇനി ഈ ഡൗ എടുത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ ആ പാത്രത്തിലേക്ക് പരത്തി വയ്ക്കാം. ഇനി നമുക്കിത് പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സൈഡൊക്കെ ഒന്ന് വളച്ച് വയ്ക്കാം സൈഡിലേക്ക്. അതായത് ഇതിന്റെ ടോപ്പിങ്സ് ഒക്കെ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്നതിന്റെ മുകളിൽ ഫോർക്ക് വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കണം. ഇതിന് ഡോക്കിംഗ് എന്ന് പറയും. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് ബണ്ണും ബ്രെഡും ഒക്കെ പോലെ ബേക്ക് ചെയ്യുമ്പോൾ ഇതങ്ങ് പൊങ്ങിപ്പോകും. ഇനി നമുക്ക് ഡൗ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഉരുളി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വയ്ക്കാം. ഉരുളിക്കകത്ത് ഒരു റിങ് കൂടെ ഇട്ട് വെച്ചിട്ട് അതിന് മുകളിലാണ് നമ്മൾ പ്ലേറ്റ് എടുത്ത് വയ്ക്കുന്നത്. ഇനി നമുക്ക് പിസ്സയുടെ ടോപ്പിങ്സ് ഒക്കെ സെറ്റ് ചെയ്യാം. മിൻസ് ചെയ്ത മോസറല്ല ചീസ് ഒരു ബൗള്, ക്രഷ്ഡ് ചില്ലി, ക്യാപ്സിക്കം, ഒണിയൻ, ടൊമാറ്റോ, പിന്നെ നമ്മുടെ ചക്ക. ആദ്യം നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ മോസറല്ല ചീസ് ഇടുകയാണ്. ചീസ് ഇടുമ്പോൾ നന്നായിട്ട് ഇടണം. കുറച്ച് അധികം ഇട്ടെങ്കിൽ മാത്രമേ നമ്മൾ പിസ്സ മുറിച്ച് വരുമ്പോൾ നന്നായിട്ട് വലിഞ്ഞു വരുള്ളൂ. ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ഞാൻ 2 സ്ലൈസ് ചീസ് കൂടി വെക്കുകയാണ്. ഇനി നമ്മൾ ചിക്കന് പകരം സോട്ട് ചെയ്ത് വെച്ച ഈ ചക്ക ഇനി ഈ ടോപ്പിങ്സ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വെച്ച് ഒറിഗാനോയും ബേസിലും തൂക്കിക്കൊടുക്കാം. ഇനി നമുക്കൊരല്പം ചില്ലി ഫ്ലേക്സ് കൂടെ. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായ ഉരുളിയിലേക്ക് ഈ പിസ്സ എടുത്ത് വയ്ക്കാം. ഞാൻ ഈ ഉരുളി എടുക്കുന്നത് ഇതിന് നല്ല ചുവട് കട്ടിയുണ്ട്, പിന്നെ സൈഡിൽ നിന്ന് നന്നായിട്ട് ചൂട് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് പിസ്സ പാകമായി കിട്ടും.
ഇനി ഫ്ലെയിം ഒരു മീഡിയം ആക്കണം. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിസ്സ റെഡിയായി. ഉരുളി അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള കടായിയോ അതുപോലുള്ള എന്തെങ്കിലും പാത്രം ഉപയോഗിച്ചാൽ മതി. അതിലൊരു റിങ് എടുത്ത് വെച്ചിട്ട് പ്ലേറ്റ് വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇനി പിസ്സയുടെ ബേസ് ഇതുപോലെ ഇരിക്കണം. അധികം കരിഞ്ഞു പോവരുത്. ഫ്ലെയിം കുറച്ചിട്ടാൽ മതി.